നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഞാൻ എൻ്റെ ജേർണലിൽ ഞാൻ എന്താ എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് ജേർണൽസ് ഒന്നും കാണുമ്പം ഒരുപാട് എന്താ പറയുക കുറ്റബോധമൊന്നും വരേണ്ട കാര്യമില്ല. ഹായ്, വെൽക്കം ടു ബിക്കംലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ജേർണലിംഗ് എങ്ങനെ ചെയ്യാം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന്. പക്ഷെ നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഞാൻ എൻ്റെ ജേർണലിൽ ഞാൻ എന്താ എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു സംശയം. നമ്മുടെ ജേർണലിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എഴുതാം, അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സ്റ്റൈൽ ജേർണൽ പലതും ട്രൈ ചെയ്ത ആളാണ്. ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ആർട്ടിസ്റ്റിക് ജേർണൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി ഒട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ പോലത്തെ ആൾക്കാരുണ്ട്, അതായത് മിനിമൽ വലിയ വരയും ഒട്ടിക്കലും അങ്ങനത്തെ ക്രാഫ്റ്റും ഒന്നും അറിയാത്ത ആൾക്കാർ, അതൊന്നും ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരുടെയും ബ്യൂട്ടിഫുൾ ക്യൂട്ട് ജേർണൽസ് ഒന്നും കാണുമ്പം ഒരുപാട് എന്താ പറയുക കുറ്റബോധമൊന്നും വരേണ്ട കാര്യമില്ല. നമ്മുടെ ജേർണൽ നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ജേർണൽ എഴുതുമ്പോൾ നമ്മൾ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളവിടെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം മൊത്തം നമ്മൾ എങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പം ദിവസം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ കാര്യങ്ങൾ മാത്രം നമ്മൾ അവിടെ എഴുതി വെക്കുക. അതായത് എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി പല രീതിയിലുള്ള ജേർണലിംഗ് ഒക്കെ ട്രൈ ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കൺക്ലൂഷൻ എത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസത്തെക്കുറിച്ച് നമ്മൾ അന്നത്തെ ദിവസം വൈകുന്നേരം നമ്മുടെ ജേർണൽ എഴുതുമ്പോൾ നമ്മൾ ആ ദിവസം മൊത്തം നമ്മൾ റിവൈൻഡ് ചെയ്യും അല്ലേ. അതിൻ്റെ ഒരു റീക്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഹാപ്പി തിങ്സ് ഫസ്റ്റ് എന്നാണല്ലോ പറയാം. അപ്പം ആ ദിവസം നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് ചിലപ്പം എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മളതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്തിട്ട് അതവിടെ എഴുതുക എന്നുള്ളതാണ് അതിലെ കാര്യം. അത് എത്ര ചെറിയ കാര്യമാവാം. ചിലപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടതോ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയതോ, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നുമല്ല, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ചിലപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നന്നായിട്ട് പകല് നന്നായിട്ട് കിടന്നുറങ്ങുന്നു, റിഫ്രഷ് ആവാൻ പറ്റി. അങ്ങനെ വളരെ വളരെ കൊച്ചു കാര്യങ്ങൾ. ചിലപ്പം ആ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റിയിരിക്കാം. അപ്പം അതിനൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അതിനെ അക്നോളജ് ചെയ്തിട്ട് അവിടെ എഴുതി വയ്ക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ മൈൻഡ് സ്റ്റേറ്റ്, നമുക്കിപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് എഴുതാം. കാരണം ജേർണലിംഗ് എന്ന് പറയുമ്പം ആ ഒരു ബുക്ക് മാത്രമല്ല, അത് പതുക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും. അതായത് നമുക്ക് നമ്മുടെ ഫീലിങ്സ്, നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകളോ ഉത്കണ്ഠകളോ സന്തോഷമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കിലൊക്കെ എഴുതുന്നത് വഴി നമുക്കൊരു റിലീഫാണ്. അതായത് ഞാൻ ഒരു കാര്യത്തെപ്പറ്റി വല്ലാതെ വറീഡ് ആവുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യം ബുക്കിലേക്ക് എഴുതി വെച്ചാൽ ഓക്കെ, ഞാനത് ഒരു സ്ഥലത്തേക്ക് ഇറക്കി വെച്ചു എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുക. പിന്നെ ഇതേപോലെ വറീസ് എഴുതി വെച്ച് നമ്മളതവിടെ അടച്ചു വെക്കാതെ, എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും കൂടെ ഒന്ന് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേടി ഫ്യൂച്ചറിൽ വരുമ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് തോട്ട്, അതായത് ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും ആൻഡ് ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് അപ്പം തന്നെ തോന്നും. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഒരു പരിധി വരെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. എസ്പെഷ്യലി CPTSD ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും നെഗറ്റിവിറ്റിയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പോലും മടിയുള്ള ആൾക്കാരെ, ആ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഈ ആൾക്കാർ തന്നെ ഈ CPTSD ഒക്കെ ഓവർകം ആയിക്കഴിഞ്ഞാൽ അവർ വലിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സാധിച്ച് വളരെ മുന്നേറി വരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ആ ഒരു പാതയിൽ ഒരുപാട് നടന്ന് മുന്നോട്ട് നീങ്ങിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് നമ്മുടെ പേടിയെ മാറ്റാൻ, ആ കാര്യം അവിടെ എഴുതി വെക്കുന്നത് വഴി നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു നെഗറ്റീവ് ഫീൽ വരുമ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കത് മനസ്സിലാവും. ഈ നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിന്ന് വേഗം തന്നെ മാറിപ്പോവുകയും ചെയ്യും. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം നമ്മൾ ജേർണലിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി വേണ്ടുന്ന ഗോൾസ്, എന്നിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് അത് ലിസ്റ്റ് ചെയ്യുക. അതായത് ഓരോ മനുഷ്യനും ഒരു ഷോർട്ട് ടേം ഗോളും ഒരു ലോങ് ടേം ഗോളും ഉണ്ടാവും. ചിലപ്പം കുറേ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു ലോങ് ടേം ഗോളായിരിക്കും. അതേസമയം ചിലപ്പോൾ ഒരു വണ്ടി മേടിക്കണം എന്നുള്ളത് മേ ബി ഒരു ഷോർട്ട് ടേം ഗോളായിരിക്കും. അങ്ങനെ നമ്മുടെ ഗോൾസിനെ കാറ്റഗറൈസ് ചെയ്യില്ലേ. അല്ലെങ്കിൽ ഇപ്പം ഡെഡ് ലൈൻ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ജോലി പൂർത്തിയാക്കണം എന്നുള്ളത് ഷോർട്ട് ടേം ഗോളായിരിക്കും. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ പ്രൊമോഷൻ കിട്ടണം എന്നുള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു
ലോങ് ടേം ഗോളാണ് അല്ലേ. അതവിടെ എഴുതി വെക്കുക. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ആ ഗോളിന് ടുവേർഡ്സ് നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എത്ര ശതമാനം, നമ്മൾ എത്രമാത്രം ആ ഗോളിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അഭിമാനവും ഒക്കെ തോന്നും. അപ്പം നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്യുന്നതുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്നുള്ളത് കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇനി തൊട്ട് ജേർണൽ എഴുതുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ജേർണലിങ്ങിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ. അപ്പോൾ വീണ്ടും ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.